ഇനി അങ്ങോട്ട് ഉത്സവകാലമാണ്. ആനയും എഴുന്നള്ളത്തും ചെണ്ടമേളവും ഒന്നുമില്ലാത്ത ഉത്സവം അപൂർവം. പക്ഷെ കാണുന്നത്ര സുഖകരമല്ല ഉത്സവകാലത്തെ ആനയുടെ ജീവിതം. മലയൻകീഴ് ശ്രീവല്ലഭൻ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ആന. ശ്രീവല്ലഭനെ പോലെ തിടമ്പേറ്റുന്ന കൊമ്പന്മാർക്ക് ഡിമാൻഡ് ഏറുന്ന കാലമാണ് ഇനി. വനം വകുപ്പിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 411 ആനകളുണ്ട്. ഇതിൽ കൊമ്പന്മാരുടെ എണ്ണം പകുതി മാത്രം. കേരളത്തിലെ 10,000 ക്ഷേത്രങ്ങളിൽ ഓരോ ഉത്സവകാലത്തും ആനകളെ എഴുന്നള്ളിക്കാറുണ്ട്. ഒരു ആന ഏകദേശം 50 ഉത്സവങ്ങളിലെങ്കിലും പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. തിരക്കിട്ടുള്ള യാത്ര ആരോഗ്യത്തെ പോലും ബാധിക്കാറുണ്ട്. അങ്ങനെ നാട്ടാനകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് 1972 വന്യജീവി സംരക്ഷണ നിയമം, അതിനുശേഷം പിന്നീട് നിലവിൽ വന്ന എലിഫന്റ് ട്രേഡ് ബാൻ ചെയ്യുന്ന നിയമം. അത്തരത്തിലുള്ള നിയമങ്ങൾ വന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവരാൻ കഴിയാതെയായി. നമുക്ക് ഉത്സവകാലത്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. 10-15 ആനകളെ വെച്ച് ഉത്സവം നടത്തിയിരുന്ന ക്ഷേത്ര കമ്മിറ്റികൾ ഇപ്പോൾ അത് 4ഉം 5ഉമാക്കി ചുരുക്കി. ആനകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതൊന്ന്. 2, ആനകളെ നിലനിർത്തുന്ന ഉടമസ്ഥന്മാർക്കും പാപ്പാന്മാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആനയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കൽ സഹായിക്കും. എന്നാൽ ഇതെല്ലാം പലപ്പോഴും നാട്ടാനകൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. ആനകളുടെ ആയുർദൈർഘ്യവും കുറഞ്ഞിട്ടുണ്ട്. പ്രായാധിക്യത്തെ തുടർന്ന് ചരിയുന്ന ആനകളെക്കാൾ രോഗബാധയാണ് മരണങ്ങൾക്ക് കൂടുതലും കാരണം. കേരളത്തിലുള്ള 70% ആനകളും 50 വയസ്സിന് മുകളിലുള്ളവരാണെന്നതും ആശങ്കയാണ്. പരിപാലന കേന്ദ്രങ്ങളിൽ ആനകളുടെ പ്രജനനം ഉറപ്പാക്കുന്ന ക്യാപ്റ്റീവ് ബ്രീഡിങ്ങിലൂടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷെ കേരളത്തിൽ അതൊന്നും പ്രായോഗികമായി കണ്ടിട്ടില്ല. ആനകളുടെ മരണനിരക്ക് ഇതേപോലെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ നാട്ടാനകൾ തന്നെ ഇല്ലാതായേക്കാം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.